അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഷഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. പ്രധാനമായും വിശുദ്ധമായ ഷഅബാൻ മാസം നോമ്പനുഷ്ഠിക്കേണ്ട ദിനങ്ങളും ആ നോമ്പിൻ്റെ നിയ്യത്തും ഓരോ ദിവസവും എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഈ ഷഅബാൻ മാസത്തിലെ സുന്നത്തായ നോമ്പുകളെ പറ്റി. ഒപ്പം കഴിഞ്ഞ റമദാൻ മാസങ്ങളിൽ നോമ്പ് ഖദാ ആയിപ്പോയ ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അതിൽ നോമ്പ് ഖദാ വീട്ടാൻ ബാക്കിയുള്ള ആളുകളുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് പറയാം. അതായത് ഈ ഷഅബാൻ മാസം നോമ്പ് ഖദാ വീട്ടാൻ പറ്റുമോ, ഈ ഷഅബാൻ 15-ന് ശേഷം നോമ്പ് ഖദാ വീട്ടാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിക്കാം. അങ്ങനെ നോമ്പ് ഖദാ വിട്ടുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയം പറയാം. മാത്രമല്ല, നോമ്പ് നേർച്ചയാക്കിയവർക്ക് ഈ വിശുദ്ധമായ ഷഅബാൻ മാസം ആ നോമ്പ് നോറ്റ് വീട്ടാൻ പറ്റുമോ, അങ്ങനെ നോറ്റ് വീട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയം പറയാം. ഈ വിശുദ്ധമായ ഷഅബാൻ മാസം സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നിയ്യത്ത് വെക്കാൻ വിട്ടുപോയി എങ്കിൽ അവർക്ക് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ എന്നുള്ള വിഷയം പറയാം. ഇതിനെല്ലാം പുറമെ ഒരു ഫർളായ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അത് ഒരു സുന്നത്തായ നോമ്പുള്ള ദിനം അനുഷ്ഠിക്കുകയാണെങ്കിൽ അങ്ങനെ രണ്ട് നോമ്പും, അതായത് ഫർളായ നോമ്പ് കരുതുന്നതോടൊപ്പം ആ സുന്നത്തായ നോമ്പിനെ കൂടി നമുക്ക് കരുതാൻ പറ്റുമോ, അങ്ങനെ കരുതാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടത്, അങ്ങനെ കരുതിയാൽ പ്രതിഫലം ലഭിക്കുമോ തുടങ്ങിയ വിഷയങ്ങൾ സംസാരിക്കാം. മാത്രമല്ല, വിശുദ്ധമായ ബറാഅത്ത് രാവ് നമുക്കറിയാം ഈ ഷഅബാൻ മാസത്തിൽ വളരെ പുണ്യമാക്കപ്പെട്ട ഒരു രാവാണ്. ആ ദിവസത്തിൻ്റെ പകല്, അതായത് വിശുദ്ധമായ ഷഅബാൻ 15-ന് പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ടോ, അതിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ് തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാം. മാത്രമല്ല, ഈ വിഷയത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരു 4 വീഡിയോകളിലായി നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ച്, അതായത് ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ അവതരിപ്പിക്കുന്ന ഈ വീഡിയോയിലെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ടായിരിക്കും. അതായത് ഇതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു പോകുന്നുണ്ടാവും വിഷയാവതരണവുമായി ബന്ധപ്പെട്ട്, അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ചോദ്യം ഈ വീഡിയോയുടെ മധ്യഭാഗത്തും ഒരു ചോദ്യം അവസാന ഭാഗത്തുമായിരിക്കും ചോദിക്കാം. അതിനുള്ള ഉത്തരം 1 എന്നിട്ട് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും 2 എന്നിട്ട് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യുക. അങ്ങനെ 1 എന്നിട്ടില്ലെങ്കിലും 1, 2 എന്നുള്ള രൂപത്തിൽ ഒരു കോമ ഇട്ടിട്ടാണെങ്കിലും ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് സമ്മാനം നൽകുന്നതാണ്. അങ്ങനെ ആദ്യം ചോദിച്ച, അതായത് 2 വീഡിയോകൾക്ക് മുമ്പ് ചോദിച്ച വിശുദ്ധമായ മീറാജിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ചോദിച്ച മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ വിശുദ്ധമായ ഇഹ്യാ ഉലുമുദ്ദീൻ എന്ന് പറയുന്ന കിതാബുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ കിതാബിൽ നിന്ന് ഒരുപാട് പേർ ആ കിതാബിൻ്റെ പേര് എഴുതി ശരിയായ ഉത്തരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാറ ഹമീദ് എന്ന് പറയുന്ന ഒരു പേരിൽ നിന്ന് വന്ന കമൻ്റാണ്. അപ്പോൾ ഈ സാറ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ വിജയികളെ കൃത്യമായി നിങ്ങൾക്കറിയാനൊക്കെ വേണ്ടി താഴെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. മാത്രമല്ല, ഇങ്ങനെ ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ കൂടിയായിരിക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്താം. മാത്രമല്ല, ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് പെട്ടെന്ന് കരസ്ഥമാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന ഓരോ മത്സരങ്ങളുടെയും വിജയികളെ പെട്ടെന്ന് അറിയാനും സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രത്യേക ശ്രമം നടത്താം. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിശുദ്ധമായ ഷഅബാൻ മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയാവതരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അതായത് വ അഫ്ദലു ഷുഹൂരി ലഹു, വിശുദ്ധമായ നോമ്പിനിക്ക് ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് ബഅദ റമദാന, റമദാനിന് ശേഷം ഏറെ ശ്രേഷ്ഠതയുള്ള മാസം. ഞാനിത് പല വീഡിയോകളിലുമായി പറയുന്നത്, അതായത് ഇതിൻ്റെയൊക്കെ മഹത്വം കൂടി നിങ്ങൾക്ക് ആവർത്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് റമദാനിന് ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം. ഇങ്ങനെ പറയാനുള്ള കാരണം, റമദാൻ മാസം നമുക്കറിയാം നോമ്പ് നോക്കാൻ കഴിവുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ റമദാനിന് ശേഷം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങളൊഴികെ മറ്റു ദിനങ്ങളിൽ വലിയ കാര്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ബലി പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും അതേപോലെ അയ്യാമ തശ്രീക്കിൻ്റെ ദിനങ്ങളിലുമൊന്നും നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. അതൊക്കെ നേരത്തെ ചില വീടുകളിലായി നമ്മൾ സംസാരിച്ചതാണ്.
എന്നിരുന്നാലും ഇങ്ങനെ നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസമായിട്ട് ചില മാസങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ജനറലി മൊത്തത്തിൽ ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ ഏത് മാസമാണ് റമദാന് ശേഷം ഏറെ ശ്രേഷ്ഠതയുള്ളത്? അതിൽ ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത് ഫിഖിന്റെ കിതാബുകളിൽ അൽ മുഹറമു, അത് മുഹറം മാസമാണ്. സുമ്മ റജബു, പിന്നെ റജബ് മാസമാണ്. സുമ്മ ദുൽഹിജ്ജ, പിന്നെ ദുൽഹിജ്ജ മാസമാണ്. സുമ്മ ദുൽഖഅദ, പിന്നെ ദുൽഖഅദ മാസമാണ്. സുമ്മ ഷഅബാൻ, പിന്നെ ഷഅബാൻ മാസമാണ്. അതായത് ഈ 5 മാസങ്ങൾ എണ്ണിയെടുത്ത് ഷഅബാൻ മാസം എണ്ണുന്നുണ്ട്. ഏതായാലും ഷഅബാൻ മാസം നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണ്. മാത്രമല്ല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസമാണല്ലോ ഷഅബാൻ മാസം. അതുമാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നതിന് ശ്രദ്ധ ചെലുത്തുന്നതുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതിരുന്നാലും നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, അതായത് വിശുദ്ധമായ ഷഅബാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നതിന് ഏതായാലും വലിയ മഹത്വങ്ങളുണ്ട്. ഈ ഷഅബാൻ മാസം നോമ്പ് നോക്കാൻ പറ്റാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റിയൊക്കെ ഞാൻ സംസാരിക്കാം. അതിനു മുമ്പ് ഈ ഷഅബാൻ മാസം നോമ്പനുഷ്ഠിക്കുമ്പോൾ ഏതൊക്കെ ദിനങ്ങളിലാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ള വിഷയം ആദ്യം പറയാം. അതായത് ചിലപ്പോൾ ചില ആളുകൾ റജബ് മൊത്തം നോമ്പനുഷ്ഠിക്കുന്നുണ്ടാകും, അതുപോലെ ഷഅബാൻ മൊത്തവും നോമ്പനുഷ്ഠിക്കുന്നുണ്ടാകും, റമദാന് മൊത്തവും നോമ്പനുഷ്ഠിക്കും. അതിനുശേഷം ഷവ്വാലിലുള്ള 6 സുന്നത്തായ നോമ്പുകളും അനുഷ്ഠിക്കും. അതായത് തുടർച്ചയായി ഏകദേശം 96 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്ന, അതായത് റജബ് മൊത്തം, ഷഅബാൻ മൊത്തം, റമദാന് മൊത്തം നോമ്പനുഷ്ഠിച്ച് ഷവ്വാലിലെ 6 ദിനങ്ങൾ കൂടി നോമ്പനുഷ്ഠിക്കുന്ന രീതി, അല്ലെങ്കിൽ റജബും ഷഅബാനും റമദാനും മൊത്തം നോമ്പനുഷ്ഠിക്കുന്ന രീതി, അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ്. അങ്ങനെ ഷഅബാൻ മാസത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ നോമ്പനുഷ്ഠിച്ച് പോരുന്നവരാണെങ്കിൽ നാളത്തെ ഷഅബാനിലെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിച്ച് പോകാവുന്നതാണ്. പക്ഷേ പല ആളുകളും ഇങ്ങനെ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ ചില പ്രത്യേകമായ ദിനങ്ങൾ പിക്ക് ചെയ്ത് അവിടെ നോമ്പനുഷ്ഠിക്കുന്നുണ്ടാവും. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, നമുക്കറിയാം, ഞാൻ നേരത്തെ ചില മാസങ്ങൾ പരിചയപ്പെടുത്തി. അതേപോലെ തന്നെ വയുസന്നു മുതഅക്കദൻ, ശക്തമായ നിലക്ക് സുന്നത്താക്കപ്പെടും ചില ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. എന്നിട്ട് അറഫ ദിനം, അതേപോലെ തന്നെ മുഹറം 9ന്റെ ദിവസം, മുഹറം 10ന്റെ ദിവസം, മുഹറം 9ന്റെ ദിവസം, അതുപോലെ തന്നെ ഷവ്വാലിലെ 6 ദിവസങ്ങൾ എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അവിടെ പഠിപ്പിക്കുന്നത് കാണാം. വ അയ്യാമുൽ ബീദി, അതായത് വസൗമു അയ്യാമുൽ ബീദി, അയ്യാമുൽ ബീദിന്റെ ദിനങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അപ്പൊ അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ, അതായത് വെളുത്ത വാവിന്റെ ദിനങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ 3 ദിനങ്ങൾ വരിക അറബി മാസം 13, 14, 15. അപ്പൊ അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ ഏതൊക്കെയാണ്? അറബി മാസം 13, 14, 15. ഈ 3 ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കൽ വലിയ മഹത്വമുള്ള കാര്യമാണ്. അത് ഷഅബാൻ മാസത്തിലും വലിയ മഹത്വമാണ്, മറ്റു മാസങ്ങളിലൊക്കെ വലിയ മഹത്വമാണ്. മാത്രമല്ല ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുമ്പോൾ വലിയൊരു മഹത്വം അവിടെയുണ്ട്. അതായത് ഒരു വർഷം മുഴുവനും നോമ്പ് നോക്കുക എന്നുള്ളത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ ഉണ്ടായാലോ. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഒരു മാസത്തിൽ ഒരു 3 ദിവസമെങ്കിലും കൃത്യമായി ചൂസ് ചെയ്ത് നോമ്പ് നോക്കുന്നതിന് വലിയ പ്രചോദനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരന്മാർക്കൊക്കെ നൽകിയത് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാൽ നമ്മളിവിടെ പ്രത്യേകം ഒരു വിഷയം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ 3 ദിനങ്ങൾ ചൂസ് ചെയ്ത് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും നല്ല ദിവസമായിട്ട് വരാം അത് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങളാണ്. അപ്പൊ അയ്യാമുൽ ബീദിന്റെ ദിനം, അതായത് 13, 14, 15, ഈ 3 ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പല വീഡിയോകളിലും സൂചിപ്പിച്ച ഒരു കാര്യം ഇവിടെയും സൂചിപ്പിക്കുകയാണ്. അതായത് ദുൽഹിജ്ജ മാസത്തിലേക്ക് എത്തിയാൽ അവിടെ 13 എന്നുള്ളത് അത് അയ്യാമു തശ്രീഖിന്റെ ദിനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ദിനം നോമ്പ് നോക്കരുത്. ദുൽഹിജ്ജ മാസത്തിൽ 13 നോമ്പ് നോക്കരുത്. പകരം 16 നോമ്പ് നോക്കൽ ദുൽഹിജ്ജ മാസത്തിൽ മഹത്വമുള്ള ഒരു കാര്യമാണെന്ന് ചില പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഏതിരുന്നാലും നമ്മൾ ഷഅബാൻ മാസത്തിലെത്തുമ്പോഴും 13, 14, 15 ഈ 3 ദിനങ്ങൾ അയ്യാമുൽ ബീദിന്റെ ദിനങ്ങളാണ്. ഈ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതിന് ഏറെ മഹത്വമുണ്ട്. ഇങ്ങനെ എല്ലാ മാസവും 3 ദിവസം ചൂസ് ചെയ്ത് നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് വെച്ചാൽ, ഒരു നോമ്പിന് 10 ദിവസത്തെ പ്രതിഫലമാണ്. അങ്ങനെ 2 നോമ്പാകുമ്പോൾ 20 ദിവസമായി, 3 നോമ്പാകുമ്പോൾ ഒരു മാസം മുഴുവനായി. അങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ 3 നോമ്പ് ചൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വർഷം മുഴുവനും നോമ്പ് നോക്കുന്നതിൻ്റെ വലിയ വിശാലമായ പ്രതിഫലം കൂടി അവർക്ക് കരസ്ഥമാവാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ 3 ദിനങ്ങൾ, അതായത് ഒരു മാസത്തിൽ 3 ദിനങ്ങൾ നോമ്പ് നോക്കാൻ വലിയ മഹത്വമാണ്. അതിൽ ഏറ്റവും പ്രധാനം അയ്യാമുൽ ബീദിന്റെ 3 ദിനങ്ങളാണ്. അപ്പൊ അയ്യാമുൽ ബീദ് എന്ന് വെച്ചാൽ 13, 14, 15 ഈ 3 ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കും. എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്? നാളത്തെ
അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. കൃത്യമായി ശ്രദ്ധിക്കണം. ഈ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് മറന്നാലുള്ള പരിഹാരമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. എല്ലാത്തിനായിട്ട് അവസാനം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഓരോ നോമ്പുകളും പറഞ്ഞ് അവിടെ നിയത്തും പറഞ്ഞ് മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. കൃത്യമായി ശ്രദ്ധിക്കണം. ഞാനിത് ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത് ഈ എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ 10 മിനിറ്റോ 20 മിനിറ്റോ അല്ലെങ്കിൽ ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ സമയം ചെലവിച്ചായിരിക്കും നിങ്ങളും ക്ലാസ് കേൾക്കാം. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്കും ഇതിൻ്റെ ഉപകാരം വേണം. കാരണം വെച്ചാൽ എല്ലാവരുടെ സമയങ്ങൾക്കും വലിയ മൂല്യങ്ങളുണ്ട്. മാത്രമല്ല ഇത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുക. അപ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിന് പകരം നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറയാനാണ് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ എൻ്റെ ഈ സംസാര ശൈലികളിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചോദിക്കണം. സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. ഇങ്ങനെ അത് മനസ്സിലാവുന്നില്ല, ഇങ്ങനെയല്ല ക്ലാസ് വേണ്ടത്, ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സജഷൻസ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതിനൊന്നും നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വിശുദ്ധമായ ശഅബാൻ മാസം ഇങ്ങനെ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്ന ഒരു വ്യക്തി നിയത്ത് വെക്കേണ്ടത് നാളത്തെ അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലാണ്. അത് 13, 14, 15 ഈ 3 ദിനങ്ങൾക്കുള്ള നിയത്താണ്. ഇനി നമ്മൾ ഈ ശഅബാൻ മാസത്തിൽ 15ന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്കറിയാം, ബറാഅത്ത് ദിനമാണ്. ഈ ബറാഅത്തിന്റെ ദിനം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്താണെന്നുള്ളത് ചില പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചില ആളുകൾക്ക് പ്രത്യേകമായ ഒരു സോഴ്സ് ആവശ്യമായി വരും. അത് എവിടെയാണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്, ഏത് കിതാബിലാണുള്ളത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും. നേരത്തെ മീറാജിന്റെ വിഷയം പറഞ്ഞപ്പോഴും ചില ആളുകൾക്ക് അത് വേണ്ടി വന്നിരുന്നു. ഞാൻ ഈ റജബുമായി ബന്ധപ്പെട്ട് നോമ്പ് സംസാരിക്കുമ്പോൾ മൊത്തത്തിൽ വിഷയങ്ങൾ പറഞ്ഞു പോയതാണ്. ഇനി മീറാജിന്റെ സെപ്പറേറ്റ് നോമ്പ് വിഷയം എന്നുള്ളത് ഞാൻ ചർച്ച ചെയ്തപ്പോൾ അതിലെ ഓരോ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞ് അതിൻ്റെ തെളിവുകളും മഹത്വങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ശഅബാന്റെ 15ൻ്റെതും ബറാത്ത് അടുക്കുന്ന ദിനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യും. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ ഇതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇപ്പോൾ മനസ്സിലാക്കുക, ചില പണ്ഡിതന്മാർ ഈ വിശുദ്ധമായ ശഅബാൻ 15ന്റെ ബറാഅത്തിന്റെ ദിനം കൂടി നോമ്പ് നോക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 15ന് നോമ്പ് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ നിയത്ത് വെക്കാം, നാളത്തെ അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പ് ബറാഅത്തിന്റെ നോമ്പോട് കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. നാളത്തെ അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പ് ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പോട് കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അയ്യാമുൽ ബീദിന്റെ നോമ്പായി. അങ്ങനെ അതേപോലെ തന്നെ നോമ്പ് നോക്കാൻ ഏറെ സുന്നത്തുള്ള മറ്റു 2 ദിനങ്ങളാണ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും. ഈ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വലിയ പ്രചോദനം തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ശ്രദ്ധ ചെലുത്തിയ സമയങ്ങളായിരുന്നു. അതായത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മനുഷ്യന്മാരുടെ ഇബാത്തുകൾ ഈ സമയത്ത് വെളിവാക്കപ്പെടുകയും ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ ഇബാത്തുകൾ എൻ്റെ പ്രവർത്തനങ്ങൾ വെളിവാക്കപ്പെടലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമുക്കറിയാം. ഏതിരുന്നാലും ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഈ തിങ്കളും വ്യാഴവും നോക്കുമ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠത വ്യാഴാഴ്ചയെക്കാളും തിങ്കളാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കലാണ്. ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ശഅബാൻ മാസത്തിലും ഇങ്ങനെ നോമ്പനുഷ്ഠിക്കൽ വലിയ മഹത്വമുള്ള കാര്യമാണ്. അപ്പോൾ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുമ്പോൾ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി. ഇനി വ്യാഴാഴ്ച ആണെങ്കിൽ നാളത്തെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതിന് അതേപോലെ തന്നെ അയ്യാമു സൂദിന്റെ ദിനങ്ങളും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അയ്യാമു സൂദ് എന്ന് വെച്ചാൽ അറബി മാസം 28ഉം അതിനെ തുടർന്ന് വരുന്ന ദിനങ്ങളെയാണ് അയ്യാമു സൂദിന്റെ ദിനങ്ങൾ എന്ന് പറയാം. അപ്പോൾ 28, 29, 30 ഉണ്ടെങ്കിൽ 30 ഇങ്ങനെയുള്ള ദിനങ്ങളെയാണ് അയ്യാമു സൂദിന്റെ ദിനങ്ങൾ എന്ന് പറയാം. ഈ ദിനങ്ങളും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമാണ്. ആവശ്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഏകദേശം ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അയ്യാമു സൂദിന്റെ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ നാളത്തെ അയ്യാമു സൂദിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ നോമ്പും അവയുടെ നിയത്തുമാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചത്.
ഇനി നോമ്പ് നോക്കാൻ പറ്റാത്ത സമയങ്ങൾ, നോമ്പ് ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നോമ്പ് നേർച്ചയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ സംസാരിക്കാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും ഒരു ചോദ്യം ആദ്യം ചോദിക്കുകയാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. ഒരു ചോദ്യം ആദ്യം ചോദിക്കുകയാണ്. വളരെ സിമ്പിൾ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കണം. ഏറ്റവും സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഉത്തരം നൽകാനുള്ള ഒരു ചോദ്യമാണ് ഒന്നാമത്തെ ചോദിക്കുന്നത്. ചിലപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരെ കാത്തു നിൽക്കാം. ചിലപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ 2 ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് കണ്ടത് ഒന്നാമത്തെ ചോദ്യത്തിന് അധികം ആളുകൾ ഉത്തരം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് വളരെ കുറച്ച് 1-2 പേര്, എനിക്ക് തോന്നുന്നു കൃത്യമുത്തരം നൽകിയ ഒറ്റ വ്യക്തി ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി അത് കമൻറ്റ് ഞാൻ ഒന്നും കൂടെ വായിച്ചു നോക്കി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നറുക്കെടുപ്പ് നടത്തും, അല്ല എങ്കിൽ മറ്റേ വ്യക്തിയെ തന്നെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. എന്നിരുന്നാലും ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ഞാൻ ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം വീഡിയോയുടെ ഏകദേശം അവസാന ഭാഗത്തായിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ കൃത്യമായി കണ്ട് ഇരിക്കുക. അത് നിങ്ങൾ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് അറിവുകൾ ഇതിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അങ്ങനെ അറിവിനെ സ്നേഹിച്ചുകൊണ്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാനുള്ള പ്രത്യേക ശ്രമം നടത്താം. ഏതായാലും ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. അതായത് ഞാൻ പറഞ്ഞു, വിശുദ്ധമായ ഷഅബാനിലെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ബറാഅത്തിന്റെ ദിനം എന്നുള്ളത്. ചോദ്യം ഇതാണ്, ഷഅബാൻ എത്രാമത്തെ ദിവസമാണ്? അതായത് ഒന്നാമത്തെയാണോ, രണ്ടാമത്തെയാണോ, മൂന്നാമത്തെയാണോ, നാലാമത്തെ, അങ്ങനെ എത്രാമത്തെ ദിവസമാണ് ബറാഅത്തിന്റെ ദിനം? ഷഅബാനിൽ ഒരു ദിനമാണ് ബറാഅത്ത് ദിനം. അത് ഷഅബാൻ എത്രയൊക്കെയാണ് ബറാഅത്ത് എന്ന് പറയുന്നത്? ഷഅബാനിലെ എത്രാമത്തെ ദിവസമാണ് ബറാഅത്ത് ദിനം? ആ എത്രാമത്തെ ദിവസം, ഷഅബാൻ ഇന്ന ദിവസം അല്ലെങ്കിൽ ഷഅബാൻ എത്രാമത്തെ എന്നുള്ളത് ആ നമ്പർ എഴുതിയാൽ മതി. ചോദ്യം ഇതാണ്, ബറാഅത്ത് ദിനം ഷഅബാൻ മാസത്തിൽ എത്രാമത്തെ ദിനമാണ്? ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇനി നോമ്പ് ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാം. അതായത് നോമ്പ് ഖളാ വീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് ഖളാ വീട്ടാനുള്ളവരിൽ ആരൊക്കെയാണ് മുദ്ദ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് മുദ്ദ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, മുദ്ദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നോമ്പിൻ്റെ മുദ്ദ് എന്നുള്ള വിഷയത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ കാരണങ്ങളെ കൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ മുദ്ദ് കൊടുക്കണം, എപ്പോഴൊക്കെ നോമ്പ് ഖളാ വീട്ടുമ്പോഴാണ് മുദ്ദ് കൊടുക്കേണ്ടത്, ആ വിഷയങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നോമ്പ് ഖളാ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത റമദാൻ വരാനായി, ആ റമദാനിന് തൊട്ട് മുമ്പുള്ള ഷഅബാൻ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാക്സിമം ഖളാ വീട്ടാൻ പറ്റുന്ന ആളുകൾ ഖളാ വീട്ടാനുള്ള ശ്രമം പ്രത്യേകം ഇപ്പോൾ തന്നെ നടത്തുക. ഇനി അങ്ങനെ ഒരു നോമ്പൊക്കെ ഉണ്ട്, മറ്റു ദിവസങ്ങളും ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ബറാത്തിന് ദിനങ്ങളും മിക്ക ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുമല്ലോ, അന്നേ ദിവസമെങ്കിലും നോമ്പ് ഖളാ വീട്ടാനുള്ള പ്രത്യേക ശ്രമം നടത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോമ്പ് ഖളാ വീട്ടുന്ന ആളുകൾ നിയത്ത് വെക്കേണ്ടത്, റമദാൻ മാസം ഖളാ ആയ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി. അത് പ്രത്യേക സുന്നത്തുള്ളൊരു ദിനാണെങ്കിൽ, ഇപ്പോൾ ബറാത്തിന്റെ ദിനൊക്കെ ആണെങ്കിൽ റമദാൻ മാസം ഖളാ ആയ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമുൽ ബീദിന്റെയും ബറാത്തിന്റെയും സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട്, അതായത് റമദാൻ മാസം ഖളാ ആയ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമുൽ ബീദിന്റെയും ബറാത്തിന്റെയും സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോമ്പ് ഖളാ വീട്ടാനുള്ളവരാണെങ്കിൽ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഖളാ വീട്ടാനുള്ള ശ്രമം നടത്തുക. ഇനി ഈ നോമ്പ് ഖളാ വീട്ടാനുള്ള ആളുകൾക്ക് ഷഅബാൻ 15 കഴിഞ്ഞാലും ഖളാ വീട്ടാം. ഷഅബാൻ 15 കഴിഞ്ഞാലും, ഷഅബാൻ 15 ശേഷം നിരുപാധികം നോമ്പ് നോക്കൽ നല്ലതല്ല, നോമ്പ് നോക്കാൻ പാടില്ല. അതേ സമയത്ത് നോമ്പ് ഖളാ വീട്ടാനുള്ള ആളുകൾക്ക് ഷഅബാൻ 15 കഴിഞ്ഞാൽ നോമ്പ് ഖളാ വീട്ടാം. അതേപോലെ നേരത്തെ ഷഅബാനിലും റജബിലൊക്കെ നോമ്പ് അനുഷ്ഠിച്ചു പോരുന്ന ആളുകൾക്ക് ഷഅബാൻ 15 കഴിഞ്ഞ് നോമ്പ് അനുഷ്ഠിക്കാം. എല്ലാ തിങ്കളും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് അനുഷ്ഠിച്ചു പോരുന്ന ആളുകൾക്കൊക്കെ ഷഅബാൻ 15 കഴിഞ്ഞ് നോമ്പ് അനുഷ്ഠിക്കാം. അതുപോലെ ഒരു വ്യക്തി നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് നേർച്ചയാക്കിയ വ്യക്തിക്കും ഈ ഷഅബാൻ 15 കഴിഞ്ഞ് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി അങ്ങനെ നേരത്തെ നോമ്പ് നോക്കുന്ന ഒരു പതിവേ ഇല്ല, ഷഅബാൻ 15 ശേഷം സെപ്പറേറ്റ് നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങാം, അങ്ങനെയുള്ള ഒരു രീതി നമ്മൾ സ്വീകരിക്കരുത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് ഖളാ വീട്ടാനുള്ള ആളുകളൊക്കെ ഷഅബാൻ 15 ശേഷവും അതിനു മുമ്പും കിട്ടുന്ന സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഖളാ വീട്ടാനുള്ള ശ്രമം പ്രത്യേകം നടത്തുക. ഇനി ചില ആളുകൾ നേരത്തെ ഒരു സഹോദരൻ ചോദിച്ച വളരെ സിമ്പിൾ ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതിനുള്ള ഉത്തരം കൂടി ഇതിലൂടെ പറഞ്ഞു തരാണ്. അതായത് ഒരാൾ ചോദിച്ചതാണ്, ഈ 3 നോമ്പ് ഖളാ വീട്ടാനുണ്ട്, അത് ഒറ്റ ദിനം ഖളാ വീട്ടിയാൽ അത് 3 വിടും? അങ്ങനെ വിടൂല. ഒരാൾക്ക് 3 നോമ്പ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ അത് 3 ദിവസമായിട്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ബറാത്തിന്റെ ഒരു ദിനം അയാൾ നോമ്പ് ഖളാ വീട്ടി, ഒപ്പം ബറാത്തിന്റെ സുന്നത്ത് നോമ്പും കൂടി അനുഷ്ഠിച്ചു എങ്കിൽ അയാളുടെ ഒരു നോമ്പാണ് ഖളാ വിടുന്നത്. ഇനി അയാൾക്ക് വേറെ 2 നോമ്പുണ്ടെങ്കിൽ അത് വേറെ 2 ദിവസങ്ങളായിട്ട് നോക്കണം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ നോമ്പ് കദാ വീട്ടുന്നതും അതേപോലെ തന്നെ നേർച്ചയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നോമ്പ് നേർച്ചയാക്കുമ്പോൾ നേർച്ചയാക്കിയത് മൂലം ഫർദാക്കപ്പെട്ട നോമ്പ് നാളെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഷാഫി മദ്ഹബിലെ ഫർദായ നോമ്പുകളുടെ നിയത്ത് അത് രാത്രിയിൽ തന്നെ സംഭവിക്കണം. ശ്രദ്ധിക്കാം, ഫർദായ നോമ്പുകളുടെ നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം. എന്നാൽ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് രാത്രി ഒരാൾക്ക് വെക്കാൻ വിട്ടുപോയി. ഇപ്പോൾ ബറാത്തിന് ദിനം ഒരാൾ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ വിട്ടുപോയി എങ്കിൽ പകൽ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചാലും ശരിയാകും. അങ്ങനെ നിയത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് അവൻ നിയത്ത് വെക്കേണ്ടത്? അപ്പോൾ സ്വാഭാവികമായിട്ടും സുബ്ഹിക്ക് ശേഷമാണെങ്കിൽ രാവിലെ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെക്കുകയാണെങ്കിൽ ഇന്നത്തെ എന്നാണ് കരുതുക. ഇനി സുബ്ഹിക്ക് ഒരല്പം മുമ്പുള്ള സമയമാണ്, നമ്മൾ അത്താഴം എന്നൊക്കെ വിളിക്കുന്ന ആ സുബ്ഹിക്ക് ഒരല്പം മുമ്പുള്ള സമയമാണെങ്കിലും നിയത്തിൽ നാളത്തെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സുന്നത്തായ നോമ്പുകൾ ആണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പകൽ സമയത്താണ് നിയത്ത് വെക്കുന്നെങ്കിൽ പോലും സുബ്ഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചിരിക്കണം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് ഷാബാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട് ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, ആ ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ തീർച്ചയായിട്ടും പറ്റുന്ന ആളുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾ അങ്ങനെ ജോയിൻ ചെയ്യണമെന്നില്ല. പ്രയാസം ഉണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്യും വിജയികളെ കുറിച്ചൊക്കെ. അല്ലെങ്കിൽ വിജയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. അതായത് വിശുദ്ധമായ അയ്യാമുൽ ബീലിൻ്റെ ദിവസങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിച്ചു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അയ്യാമുൽ ബീലിൻ്റെ ദിവസത്തിൽ അയ്യാമു തശ്രീക്കിൻ്റെ അയ്യാമുൽ ബീലിൻ്റെ ദിവസങ്ങൾ എന്ന് വെച്ചാൽ 13, 14, 15 ഈ 3 ദിനങ്ങൾക്കാണല്ലോ അയ്യാമുൽ ബീലിൻ്റെ ദിനങ്ങൾ എന്ന് പറയാം, അറബി മാസം. അതിൽ ഒരു മാസം, അറബിയിലെ ഒരു മാസം 3 ദിനങ്ങൾ 11, 12, 13 ഒരു മാസത്തെ 3 ദിനങ്ങൾ 11, 12, 13 ഈ 3 ദിനങ്ങൾ അയ്യാം തശ്രീക്കിൻ്റെ ദിനത്തിൽ പെടും. അപ്പോൾ ഏത് മാസത്തിലാണ് അയ്യാം തശ്രീക്കിൻ്റെ ദിനം വരിക? മനസ്സിലാക്കണം. അയ്യാം തശ്രീക്കിൻ്റെ ദിനം വരാ ഒരേ മാസത്തിലാണ്. അത് ഒരു മാസം 11, 12, 13 ഈ 3 ദിനങ്ങളിലായിട്ടാണ് അയ്യാമു തശ്രീക്കിൻ്റെ ദിനം വരിക. അപ്പോൾ ഏത് മാസത്തിലാണ് അയ്യാമു തശ്രീക്കിൻ്റെ ദിനം വരുന്നത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനിക്ക് ആദ്യം 1 നിട്ട് രണ്ടാമത്തേക്ക് 2 നിട്ടിട്ട് ഉത്തരം എഴുതുക. അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യം എഴുതിയിട്ട് ഒരു അല്പം സ്പേസ് വിട്ടിട്ടോ ഒരു കോമ വേണ്ടിയിട്ടോ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഏതായാലും ഈ വീഡിയോ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുന്ന മറ്റു സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. പറ്റുമെങ്കിൽ ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരാം, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിനുള്ള ഉത്തരം നൽകാം. അല്ലെങ്കിൽ കോമണായി വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ഒരു വോയിസ് മെസ്സേജോ മറ്റോ അയച്ചു തരാനുള്ള ശ്രമം നടത്താം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴൊക്കെ അതൊക്കെ നല്ല അർത്ഥത്തിൽ നല്ല ദീനിയായ ബോധത്തിൽ തന്നെ ഉപയോഗിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഉപയോഗിക്കാൻ ഈ പറയുന്ന എനിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് കൂടി ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഈ വീഡിയോകളൊക്കെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്താം. അത് വേറൊന്നും കൊണ്ടുമല്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൽ മാക്സിമം ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അറിയേണ്ട ഒരുപാട് വിഷയങ്ങൾ പഠിക്കുകയും അത് ഒന്നും കൂടെ കിതാബ് നോക്കുകയും വീണ്ടും വീണ്ടും കിതാബ് നോക്കുകയും നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. അതിനൊക്കെ വേണ്ടി അതിനുള്ള തൗഫീക്കിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ഒപ്പം മാക്സിമം ആളുകളിലേക്ക് നമുക്ക് ഇൽമ് പ്രചരിപ്പിക്കണം. അതിനുള്ള പുതിയൊരു മാർഗമായ ഈ ടെക്നോളജി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി മാക്സിമം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഇൽമ് നല്ല രൂപത്തിൽ പ്രചരിപ്പിക്കാനും അതേപോലെ പഠിച്ച ഇൽമിനനുസരിച്ച് നല്ല രൂപത്തിൽ ജീവിക്കാനും അതുമൂലം ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് സംഗമിക്കാനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് കൂടി ദുആ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.